BA History അണ്ടർസ്റ്റാൻഡിംഗ് ദ മോഡേൺ വേൾഡ് 6th സെം ഏപ്രിൽ 2022 ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ചില ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ മറ്റൊരു ചോദ്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ഫസ്റ്റ് വേൾഡ് വാറിന്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കോസ് എന്താണ്? വാട്ട് വാസ് ദ ഇമ്മീഡിയറ്റ് കോസ് ഫോർ ദ ഔട്ട്ബ്രേക്ക് ഓഫ് ഫസ്റ്റ് വേൾഡ് വാർ? ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ പെട്ടെന്നുള്ള കാരണം. The immediate event that led to the outbreak of the First World War was which took place on 28th June 1940. 1914 ജൂൺ 28-നാണ് സംഭവം നടന്നത്. On that day, അന്ന് the Archduke Francis Ferdinand എന്ന ആർച്ച്ഡ്യൂക്ക് ആസ്ട്രിയൻ കിരീടാവകാശിയാകേണ്ടയാളാണ്. heir to the Austrian throne, ഓസ്ട്രിയൻ സിംഹാസനത്തിന്റെ അനന്തരാവകാശി. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും he and his wife were shot dead. രണ്ടുപേരും വെടിയേറ്റു കൊല്ലപ്പെട്ടു. ആരാലാണ്? by a young Serbian nationalist of the Black Hand at Sarajevo, Bosnian capital. ബോസ്നിയയുടെ തലസ്ഥാനമായ സരജാവോയിലാണ് ഈ സംഭവം നടന്നത്. ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള സെർബിയൻ ദേശീയവാദിയാണ്. ഇതായിരുന്നു ഫസ്റ്റ് വേൾഡ് വാറിന്റെ ഇമ്മീഡിയറ്റ് കോസ് എന്ന് പറയുന്നത്. ജൂൺ 28-നാണ് 1914-ലാണ് ആരെയാണ് കൊന്നത്? എയർ ടു ദ ആസ്ട്രോ ഹംഗേറിയൻ ത്രോൺ ആർച്ച്ഡ്യൂക്ക് ഫ്രാൻസിസ് ഫെർഡിനൻഡ്. അപ്പൊ ആസ്ട്രിയ ഹംഗറി എന്ന് പറയുന്ന ഒന്നാം ലോക മഹായുദ്ധത്തിന് മുമ്പ് ഒരു വലിയ ചക്രവർത്തി പദവിയാണ് ആസ്ട്രിയ ഹംഗറിയുടെ എംപയർ. ആസ്ട്രിയ ഹംഗറി എന്ന് പറയുന്ന ഒരു വലിയ എംപയറാണ്. ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം നോക്കുക, ഇതൊക്കെ തകർന്നു പോകുന്നുണ്ട്. ഈ സാമ്രാജ്യമൊക്കെ ഇല്ലാതാകുന്നുണ്ട്. ആസ്ട്രിയ ഹംഗറി എന്ന സാമ്രാജ്യവും തകർന്നു പോകുന്നുണ്ട്. റഷ്യൻ എംപയർ തകർന്നു പോകുന്നുണ്ട്. സർചക്രവർത്തിമാരുടെ ഭരണം അവസാനിക്കുന്നുണ്ട്. ഫസ്റ്റ് വേൾഡ് വാറിന്റെ പൂർണ്ണമാകുന്നതിന് മുമ്പ് 1917 തന്നെ റഷ്യയിൽ ലെനിന്റെ നേതൃത്വത്തിൽ ബോൾഷെവിക് വിപ്ലവം നടത്തുകയും അവസാനത്തെ ചക്രവർത്തിയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെയൊക്കെ കൊന്നുകളയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ റഷ്യൻ സാമ്രാജ്യം ഇല്ലാണ്ടാകുന്നുണ്ട്. എല്ലാ സാമ്രാജ്യങ്ങളും ഇല്ലാതാകുന്ന ഓട്ടോമൻ തുർക്കി സാമ്രാജ്യം അതും ഇല്ലാതാകുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സാമ്രാജ്യത്വങ്ങളെ ഇല്ലാതാക്കിയ കഥയും കൂടി ഓസ്ട്രിയ ഹംഗറി ഇല്ലാതായി, റഷ്യൻ സാമ്രാജ്യം ഇല്ലാതായി, അതുപോലെ തന്നെ ഓട്ടോമൻ തുർക്കികളുടെ സാമ്രാജ്യം ഇല്ലാതായി. അങ്ങനെ ഒരു കഥയും കൂടെ ഈ വേൾഡ് വാർ 1 പറയാനുണ്ട്. ആർച്ച്ഡ്യൂക്ക് ഫ്രാൻസിസ് ഫെർഡിനൻഡും അദ്ദേഹത്തിന്റെ ഭാര്യയും വെടിയേറ്റ് കൊല്ലപ്പെട്ടു. സെർബിയ സന്ദർശിക്കുന്ന വേളയിലാണ്. ഇത് ഒരു സെർബിയൻ പൗരനാണ് കൊന്നത്. Killer is a Serbian member of the Black Hand, a secret society committed to ridding Bosnia of Austrian rule. ആസ്ട്രിയൻ ഭരണത്തിൽ നിന്ന് വിമോചിക്കണം ബോസ്നിയയെ എന്ന് പറഞ്ഞിട്ട് ബോസ്നിയയുടെ തലസ്ഥാനമായ സരജാവോയിൽ വെച്ചാണ് കൊല്ലപ്പെട്ടത്. അതിനുവേണ്ടി മുറവിളി കൂട്ടുന്ന ഒരു സംഘടനയാണ് ഈ ബ്ലാക്ക് ഹാൻഡ്. അതിന്റെ മെമ്പറാണ് സെർബിയൻ പൗരൻ. ദി അസാസിനേഷൻ ഓഫ് ദ ആർച്ച്ഡ്യൂക്ക് വാസ് ദ ഇമ്മീഡിയറ്റ് കോസ് ഓഫ് വേൾഡ് വാർ 1. ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ പെട്ടെന്നുണ്ടായ കാരണം ഈ ആസ്ട്രിയൻ ആർച്ച്ഡ്യൂക്കിന്റെ വധമാണ്. ബിക്കോസ് ആസ്ട്രിയ ഹംഗറി ഡിക്ലയേഴ്സ് വാർ ഓൺ സെർബിയ ഹു ഹാഡ് ആൻ അലയൻസ് വിത്ത് റഷ്യ. ആസ്ട്രിയ ഹംഗറി ഉടനെ തന്നെ സെർബിയയുടെ മേൽ യുദ്ധം പ്രഖ്യാപിക്കുന്നു. അവർക്കാവട്ടെ റഷ്യയുമായിട്ട് ഒരു അലയൻസ് ഉണ്ട്. ഇനി ഈ ഒന്നാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് വേറൊരു ചോദ്യം വരാറുണ്ട്. ദ ട്രീറ്റി ഓഫ് സെവറസ് ട്രീറ്റി എന്താ? നമുക്ക് എല്ലാവർക്കും അറിയാം. We all know that in the First World War, Allied powers and Central powers were the two opponents confronted each other. അതായത് സഖ്യ ശക്തികളും അതുപോലെ തന്നെ മധ്യ അച്ചുതണ്ട് ശക്തികളും ഇവരൊക്കെയാണല്ലോ, അല്ലെങ്കിൽ സെൻട്രൽ പവേഴ്സും ഇവരാണല്ലോ രണ്ട് എതിരാളികൾ പരസ്പരം ഏറ്റുമുട്ടിയത്. ആലൈഡ് പവേഴ്സും സെൻട്രൽ പവേഴ്സും. The Treaty of Sevres was one of the series of treaties signed by the Central powers after the defeat in World War I. സെൻട്രൽ പവേഴ്സ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ പരാജയത്തിന് ശേഷം സൈൻ ചെയ്യേണ്ടി വന്ന ട്രീറ്റികളിൽ ഒരെണ്ണമാണ്. കുറെ ട്രീറ്റികൾ അവർ സൈൻ ചെയ്യേണ്ടി വന്നു. അതിൽ ഒരെണ്ണമാണ് ദ ട്രീറ്റി ഓഫ് സെവറസ്. എന്താണ് ട്രീറ്റി? ദ ട്രീറ്റി ഇറ്റ് വാസ് എ പീസ് എഗ്രിമെന്റ് സൈൻഡ് ബിറ്റ്വീൻ ദ അലൈഡ് പവേഴ്സ് ആൻഡ് ദ റെപ്രസെന്റേറ്റീവ്സ് ഓഫ് ദ ഗവൺമെന്റ് ഓഫ് ഓട്ടോമൻ തുർക്കി. സഖ്യ ശക്തികളും ഓട്ടോമൻ തുർക്കിയുടെ ഗവൺമെന്റിന്റെ പ്രതിനിധികളും ഒക്കെ ആയിട്ട് ഒപ്പുവെച്ച ട്രീറ്റിയാണ്. It was signed after the defeat of Turkey in the First World War. ഒന്നാം ലോക മഹായുദ്ധത്തിൽ തുർക്കിയെ പരാജയപ്പെടുത്തിയതിനു ശേഷമാണ് അത് ഒപ്പുവെച്ചത്. And this treaty dissolved the Ottoman Empire. ഈ ട്രീറ്റി ഓട്ടോമൻ സാമ്രാജ്യത്തെ ശിഥിലീകരിച്ചു എന്ന് പറയാം.
and required Turkey to give up its claims in North Africa. തുർക്കിക്ക് നോർത്ത് ആഫ്രിക്കയിലുള്ള അവകാശവാദങ്ങളെല്ലാം അതിന് വിട്ടൊഴിയേണ്ടി വന്നു. ആൻഡ് ദ മിഡിൽ ഈസ്റ്റിലും. ദിസ് ട്രീറ്റി എസ്റ്റാബ്ലിഷ്ഡ് ഇൻഡിപെൻഡൻസ് ഇൻ മെനി പ്ലേസസ്. പല സ്ഥലങ്ങളിലും ഈ ട്രീറ്റി സ്വാതന്ത്ര്യം സ്ഥാപിച്ചു. ആസ് പെർ ദിസ് എഗ്രിമെന്റ്, ഈ എഗ്രിമെന്റ് അനുസരിച്ച് അർമേനിയ, കുർദിസ്ഥാൻ ആൻഡ് ത്രേഷ്യൻ ഗ്രീസ് ഗോട്ട് ഇൻഡിപെൻഡൻസ്. അർമേനിയയ്ക്കും കുർദിസ്ഥാനും ത്രേഷ്യൻ ഗ്രീസിനും ഒക്കെ സ്വാതന്ത്ര്യം കിട്ടി. The treaty was signed on 10th August 1920 in the exhibition room of a porcelain factory in Sevres, ഫ്രാൻസിലെ സെവറസിലെ പോർസലിൻ ഫാക്ടറിയിലെ എക്സിബിഷൻ റൂമിൽ വെച്ചാണ് ഈ ട്രീറ്റി സൈൻ ചെയ്തത്. മറ്റൊരു ചോദ്യം, ഡിഡ് ദ ടർക്കിഷ് നാഷണലിസ്റ്റ് അക്സെപ്റ്റ് ദി ട്രീറ്റി? ഈ ട്രീറ്റി ഓഫ് സെവറസ് എന്ന് പറയുന്ന ട്രീറ്റിയെ ടർക്കിഷ് നാഷണലിസ്റ്റുകൾ സ്വീകരിച്ചോ? ഇല്ല. They rejected this treaty and replaced it with another treaty. അവരിതിനെ തള്ളിക്കളഞ്ഞു. പകരം അവര് ലുസാൻ ട്രീറ്റി എന്ന് പറഞ്ഞ 1923 മറ്റൊരു ട്രീറ്റി കൊണ്ടുവന്നു. ഈ ലുസാൻ ട്രീറ്റി എന്താണ്? ഇമ്പോർട്ടൻസ് ഓഫ് ദ ട്രീറ്റി ഓഫ് ലുസാൻ. ലുസാൻ ട്രീറ്റിയുടെ പ്രാധാന്യം എന്താണ്? അത് സ്വിറ്റ്സർലൻഡിലെ ലുസാനിൽ വെച്ചാണ് സൈൻ ചെയ്തത്. ദിസ് ട്രീറ്റി എസ്റ്റാബ്ലിഷ്ഡ് ദ പ്രസന്റ് ബോർഡേഴ്സ് ഓഫ് ടർക്കി. തുർക്കിയുടെ ഇന്നത്തെ അതിർവരമ്പുകൾ നിശ്ചയിച്ചത് ഈ ലുസാൻ ട്രീറ്റിയാണ്. 1923 സൈൻ ചെയ്ത ആ ട്രീറ്റി, അല്ലാതെ ഈ സെവറസ് ട്രീറ്റി പറയുന്ന അതിർത്തികളല്ല. ദ ട്രീറ്റി പ്രൊവൈഡഡ് ഫോർ ദ ഇൻഡിപെൻഡൻസ് ഓഫ് ദ റിപ്പബ്ലിക് ഓഫ് ടർക്കി ആൻഡ് ഓൾസോ ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ഓർത്തഡോക്സ് ക്രിസ്ത്യൻ മൈനോറിറ്റി ഇൻ ടർക്കി. ടർക്കിയിൽ കാര്യം കൂടുതൽ മുസ്ലിം ഭൂരിപക്ഷം ഉള്ള സ്ഥലമാണെങ്കിലും കുറച്ച് ഓർത്തഡോക്സ് ക്രിസ്ത്യൻ മൈനോറിറ്റി ഉണ്ട്. അവരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് വ്യവസ്ഥകൾ പറഞ്ഞു വെക്കുന്നു. അതുപോലെ തന്നെ ഗ്രീസിൽ കുറച്ച് മുസ്ലിം മൈനോറിറ്റി ഉണ്ട്. അവരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള വ്യവസ്ഥകളും ഈ ട്രീറ്റിയിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതിൽ വിൽസോണിയൻ പോയിന്റ്സിൽ ഇത് പറയുന്നുണ്ട്. ആരാണ് വിൽസോണിയൻ പോയിന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ അമേരിക്കൻ പ്രസിഡന്റ് ആയില്ല, വേൾഡ് വാർ 1 സമയത്തുള്ള അമേരിക്കൻ പ്രസിഡന്റാണ് വുഡ്രോ വിൽസൺ. അദ്ദേഹം മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളാണ് വിൽസോണിയൻ സജഷൻസ്. വുഡ്രോ വിൽസൺസ്, the 28th president of the United States, had many ideas and suggestions for foreign policy. വിദേശ നയവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന് ഒത്തിരി നിർദ്ദേശങ്ങളും ആശയങ്ങളും ഉണ്ടായിരുന്നു, ഇൻക്ലൂഡിംഗ് ദ 14 points. വിൽസന്റെ 14 പോയിന്റുകൾ, നിർദ്ദേശങ്ങൾ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. In 1914, Woodrow Wilson presented a program of 14 points to American Congress. അമേരിക്കൻ കോൺഗ്രസിലെ 14 പോയിന്റ്സ് ഉള്ള ഒരു പ്രോഗ്രാം വുഡ്രോ വിൽസൺ പ്രസന്റ് ചെയ്തു. അതെന്തൊക്കെയാണ്? ഒന്ന്, ഓപ്പൺ കവനൻസ്. ഉടമ്പടികളൊക്കെ ഉണ്ടാകുമ്പോൾ അത് പരസ്യമായ ഉടമ്പടികൾ ഉണ്ടാക്കുക. ഫ്രീഡം ഓഫ് ദ സീസ്, സമുദ്രം എല്ലാവരുടെയും സ്വാതന്ത്ര്യം ഉള്ള ഇടമാണ് എന്ന് പറയുന്ന. ഫ്രീ ട്രേഡ്, സ്വതന്ത്ര വ്യാപാരം. റിഡക്ഷൻ ഓഫ് ആർമമെന്റ്സ്, ആയുധങ്ങൾ കുറച്ചുകൊണ്ടുവരിക. സെൽഫ് ഡിറ്റർമിനേഷൻ ഫോർ കൊളോണിയൽ ക്ലെയിംസ്, കോളനി അവകാശവാദങ്ങള് പല കോളനികളുടെ മേലും പലരും അവകാശവാദം പറയുന്നുണ്ടെങ്കിലും ഓരോ കോളനികൾക്കും സ്വയം ആരുടെ കൂടെ നിൽക്കണം, സ്വയം ഭരണം നടത്തണമോ, സ്വാതന്ത്ര്യം വേണമോ എന്നൊക്കെ തീരുമാനിക്കാനായിട്ട് അവരവരുടെ ഭരണം ആര് വേണമെന്ന് തീരുമാനിക്കാൻ ആ കോളനിയിലെ ആൾക്കാർക്ക് അവകാശമുണ്ട് എന്നുള്ള ചിന്ത. അമേരിക്ക അപ്രകാരം സ്വാതന്ത്ര്യം നേടിയ രാജ്യമാണ് ബ്രിട്ടനിൽ നിന്ന്. ദ ക്രിയേഷൻ ഓഫ് ദ ലീഗ് ഓഫ് നേഷൻസ്, ലീഗ് ഓഫ് നേഷൻസ് എന്ന് പറയുന്ന അന്താരാഷ്ട്ര സംഘടനയുടെ സൃഷ്ടി. ഇതൊക്കെ മുഖ്യ പോയിന്റുകളാണ്. ഇനി ഇത് കൂടാതെ ക്രിയേഷൻ ഓഫ് എ ടർക്കിഷ് സ്റ്റേറ്റ് വിത്ത് ഗ്യാരണ്ടീഡ് ഫ്രീ ട്രേഡ് ഇൻ ദ ഡാർഡനൽസിലെ സ്വതന്ത്രമായ വ്യാപാരം ഉറപ്പുവരുത്തുന്ന ഒരു തുർക്കി ഭരണ വ്യവസ്ഥ. അതും ഈ വുഡ്രോ വിൽസന്റെ 14 തത്വങ്ങളിൽ പറയുന്നു. ക്രിയേഷൻ ഓഫ് ആൻ ഇൻഡിപെൻഡന്റ് പോളിഷ് സ്റ്റേറ്റ്, ഒരു സ്വതന്ത്ര പോളിഷ് സാമ്രാജ്യം ഉണ്ടാക്കുക. രാഷ്ട്ര നിർമ്മാണം. റീഅഡ്ജസ്റ്റ് ഇറ്റാലിയൻ ബോർഡേഴ്സ്, ഇറ്റലിയുടെ അതിർത്തികൾ പുനർനിശ്ചയിക്കുക. റിട്ടേൺ ഓഫ് അൽസേസ് ലൊറൈൻ റീജിയൻ ആൻഡ് ഓൾ ഫ്രഞ്ച് ടെറിട്ടറീസ്, അൽസേസ് ലൊറൈൻ പ്രദേശങ്ങൾ ജർമ്മനി ഫ്രാൻസിന് തിരിച്ചു കൊടുക്കണം. പണ്ട് ജർമ്മനി ഫ്രാൻസിൽ നിന്നും ഫ്രാങ്കോ പ്രഷ്യൻ വാറിൽ പിടിച്ചെടുത്ത പ്രദേശങ്ങളാണ്. അത് തിരിച്ച് ജർമ്മനി ഇനി ഫ്രാൻസിന് തിരിച്ചു റിട്ടേൺ ചെയ്യണം. ഓസ്ട്രിയ ഹംഗറി ടു ബി പ്രൊവൈഡഡ് ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ സെൽഫ് ഡിറ്റർമിനേഷൻ. ഓസ്ട്രിയ ഹംഗറി ഇനിമേൽ സാമ്രാജ്യ ചക്രവർത്തികളല്ല, അപ്പൊ അവിടെയുള്ള അവരുടെ കീഴിലുള്ള പ്രദേശങ്ങളൊക്കെ സ്വയം നിർണയാവകാശം, തങ്ങൾ തന്നെ ഭരിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തണം. അതുപോലെ തന്നെ റീഡ്രോ ബോർഡേഴ്സ് ഓഫ് ദ ബാൽക്കൻ റീജിയൻ ക്രിയേറ്റിംഗ് റൊമാനിയ, സെർബിയ ആൻഡ് മോണ്ടനെഗ്രോ. ബാൽക്കൻ പ്രദേശങ്ങളുടെ അതിർത്തികൾ റീഡ്രോ ചെയ്യുക. അതുപോലെ തന്നെ റൊമാനിയ, സെർബിയ, മോണ്ടനെഗ്രോ എന്നീ പ്രദേശങ്ങളുടെ സൃഷ്ടി, പുതിയ രാജ്യങ്ങളുടെ സൃഷ്ടിയാണ്. ബാൽക്കൻ കൺട്രി എന്നും വിത്ത് റഗ്ഡ് മൗണ്ടൻസ്. എന്താണ് മോണ്ടനെഗ്രോ എന്ന് പറഞ്ഞാൽ അതൊരു ബാൽക്കൻ കൺട്രിയാണ്. കുറെ ചെങ്കുത്തായ പർവ്വതങ്ങളും മധ്യകാല ഗ്രാമങ്ങളും നാരോ സ്ട്രിപ്പ് ഓഫ് ബീച്ചസും ഒക്കെ അഡ്രിയാറ്റിക് കോസ്റ്റ് ലൈനിലാണ് ഇത് കാണുന്നത്. യൂറോപ്പിൽ തന്നെയാണ് ഈ മോണ്ടനെഗ്രോ. യൂറോ കറൻസി തന്നെയാണ് അവിടെയും. ബെൽജിയം ടു ബി ഇവാക്യുവേറ്റഡ് ആൻഡ് റീസ്റ്റോർഡ്. ബെൽജിയം ഒഴിപ്പിക്കണം, റീസ്റ്റോർ ചെയ്യണം.
ഇവാക്യുവേഷൻ ഓഫ് ഓൾ സെൻട്രൽ പവേഴ്സ് ഫ്രം റഷ്യ, സെൻട്രൽ പവേഴ്സിനെ മുഴുവനും റഷ്യയിൽ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്യണം. ആൻഡ് അലൗ ടു ഡിഫൈൻ ഇറ്റ്സ് ഓൺ ഇൻഡിപെൻഡൻസ്, അതിന്റെ സ്വതന്ത്രം റഷ്യൻ പ്രദേശങ്ങൾക്ക് സ്വാതന്ത്ര്യം നിശ്ചയിക്കാനുള്ള തീരുമാനം അവരവർക്ക് തന്നെ നൽകണം. ഇതൊക്കെയായിരുന്നു. ഇനി ഫസ്റ്റ് വേൾഡ് വാറിന്റെ ഇമ്പാക്റ്റ് ആണ് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാനുള്ളത്.